നല്ല രുചിയിൽ എരിവോട് കൂടിയ ഒരു ചിക്കൻ കറിയാണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചൂടായ പാനിലേക്ക് ഞാനിവിടെ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് 1 മിനിറ്റോളം നമുക്കിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ഇതേപോലെ കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവാളയാണ്. 2 സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സവാളയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. ഉള്ളി ഏകദേശം ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളി ഇഞ്ചിയുടെയും പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതായ ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ചെറു തീയിലിട്ട് അടപ്പടച്ച് വെച്ച് നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പ് തുറന്ന് നല്ലതുപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഈ നടുഭാഗത്തായിട്ട് നമുക്കിതിലേക്ക് 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ സൈസ് തക്കാളിയാണ്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഈ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ വരുന്ന ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും, ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മസാല വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചെറു തീയിലിട്ടൊന്ന് 5 മിനിറ്റ് വീണ്ടും ഒന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതേപോലെ അടപ്പ് തുറന്ന് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇനി നമുക്ക് അടപ്പടച്ചൊന്ന് വെക്കാം. മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതേപോലെ തന്നെ നല്ല എരിവുമുണ്ട്. ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല രുചിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.